എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ 40 ഡേയ്സ് VFA ചലഞ്ചിൻ്റെ ആദ്യത്തെ ദിവസമാണിന്ന്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് VFAയുടെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ. അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിലേറ്റഡ് ഫാക്റ്റ് നമുക്ക് പഠിച്ചു പോവാം. ഇത് കൂടാതെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹോട്ട് ടോപ്പിക്സും അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് മലയാളം ഒക്കെ മാറി മാറി ആയിരിക്കും ഓരോ ദിവസം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, നേരെ ചോദ്യത്തിലേക്ക് പോവാം. ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഓപ്ഷൻ സി, സർദാർ KM പണിക്കരാണ്. പഴശ്ശിരാജയുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കി കേരള സിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചതാരാണ്? സർദാർ KM പണിക്കരാണ്. പിന്നെ ഇവിടെ വില്യം ലോഗൻ എന്താണ് പ്രത്യേകത? ഏതാ? മലബാർ മാനുവൽ എഴുതിയത് ആരാണ്? വില്യം ലോഗനാണ്. അടുത്ത ചോദ്യം, മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് സൂചിപ്പിക്കുന്ന ഗ്രന്ഥമേത്? മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് സൂചിപ്പിക്കുന്ന ഗ്രന്ഥമേതാണ്? 1.25 കോടി മലയാളികൾ. ഓക്കെ, EMS നമ്പൂതിരിപ്പാട് രചിച്ച ഗ്രന്ഥമാണിത്. 1.25 കോടി മലയാളികൾ എന്ന് പറയുന്നത്. ഭാഷാടിസ്ഥാനത്തിൽ ഐക്യ കേരളം രൂപീകരിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഇതിൽ പറയുന്നത്. അടുത്ത ചോദ്യം, പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ്? പഞ്ചശീല തത്വങ്ങൾ ഏതാണ്? ഇന്ത്യ, ചൈന അല്ലേ? 1954 ഏപ്രിൽ 29 എന്നാണ് 1954 കേട്ടോ. 54 ഏപ്രിൽ 29 ഇന്ത്യയും ചൈനയും, ഇന്ത്യയിൽ ജവഹർലാൽ നെഹ്റുവും ചൈനയിലെ ചൗ എൻ ലേയും തമ്മിലാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത്. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യം ഇന്ത്യയും ചൈനയുമാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രി ചൗ എൻ ലായും ചേർന്നാണ്. ഓർത്തിരിക്കുക, വർഷം എന്നാണ്? 1954 ഏപ്രിൽ 29. ഓക്കെ, സ്ഥലം ന്യൂഡൽഹിയിലായിരുന്നു കേട്ടോ. ന്യൂഡൽഹി. ഇതിൽ 5 തത്വങ്ങളെ പറ്റിയിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെയാണ്? പരസ്പരം ബഹുമാനം വേണം അല്ലേ? അഖണ്ഡതയും പരമാധികാരവും പരസ്പര ബഹുമാനം എന്നുള്ളത് ഓർത്തിരിക്കുക. പിന്നെ പരസ്പരം ആക്രമിക്കാതിരിക്കുക, ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക, സമത്വവും പരസ്പര നേട്ടവും, സമാധാനപരമായ സഹവർത്തിത്വം. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട 5 തത്വങ്ങൾ എന്ന് പറയുന്നത്. നമ്മളിത് ഓൾറെഡി നമ്മുടെ SCERT ഇന്ത്യൻ ഹിസ്റ്ററിയിൽ പഠിച്ച കാര്യമാണ്. അടുത്ത ചോദ്യം നോക്കാം. 1857 കലാപത്തിൽ നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം ഏതായിരുന്നു? നാനാ സാഹിബ് ഏതാണ്? നാനാ സാഹിബിൻ്റെ കാൺപൂര് അല്ലേ? ഓപ്ഷൻ സി, കാൺപൂര്. കാൺപൂരിൽ കലാപത്തിന് ആരൊക്കെയാണ് നേതൃത്വം നൽകിയത്? നാനാ സാഹിബും താന്തിയ തോപ്പിയുമാണ്. ഡൽഹിയിൽ ആരായിരുന്നു? ഡൽഹിയിൽ ബഹദൂർ ഷാ രണ്ടാമൻ, ഭക്ത് ഖാൻ എന്നിവർ ഡൽഹിയിൽ. ലക്നൗവിൽ ബീഗം ഹസ്രത്ത് മഹൽ, ഝാൻസിയിൽ റാണി ലക്ഷ്മിബായി ആയിരുന്നു. ഓർത്തിരിക്കുക. പിന്നെ ബീഹാറിലാണ് ആര്? കൻവർ സിംഗ് കേട്ടോ. കൻവർ സിംഗ് ബീഹാറിൽ. ദെൻ ബറേലിയിൽ ഖാൻ ബഹദൂർ ഖാൻ. ബറേലിയിൽ ആരായിരുന്നു? ഖാൻ ബഹദൂർ ഖാൻ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 1775 രണ്ടാം അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്നത് എവിടെയാണ്? രണ്ടാം അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ഏതാണ് വർഷം? 1775. എവിടെയാണ് നടന്നത്? ഫിലാഡൽഫിയ അല്ലേ? ഓപ്ഷൻ ബി, ഫിലാഡൽഫിയയിലാണ് നടന്നത്. ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? ആൻ്റോണിയോ ഗുട്ടറസ്. ഓപ്ഷൻ എ, ആൻ്റോണിയോ ഗുട്ടറസ് ആണ് കേട്ടോ. 2017 മുതൽ. അദ്ദേഹം പോർച്ചുഗൽ മുൻ പ്രധാനമന്ത്രിയായിരുന്നു. താഴെ തന്നിരിക്കുന്ന വാദങ്ങളിൽ പ്രാദേശികവാദത്തിന് ഉദാഹരണം അല്ലാത്തത് ഏതാണ്? ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. താഴെ തന്നിരിക്കുന്ന വാദങ്ങളിൽ പ്രാദേശികവാദത്തിന് ഉദാഹരണമല്ലാത്തത് ഏതാ വരിക? ചിനൂക്ക്, ലൂ, ചക്രവാദം, ഹർമാറ്റൻ. ഏതാണ്? ചക്രവാദം അല്ലേ? സൈക്ലോൺ അല്ലേ? അതെ. മറ്റൊക്കെ ലോക്കൽ വിൻസ് ആണ്, അഥവാ പ്രാദേശികമായി വീശുന്ന വാദങ്ങളാണ് ചിനൂക്ക്, ലൂ, ഹർമാറ്റൻ. ചക്രവാദം എന്നത് അന്തരീക്ഷ മർദ്ദവ്യത്യാസം മൂലമുണ്ടാകുന്ന ചുഴലിക്കാറ്റാണ്. ഇത് നമ്മൾ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഇത് കൂടാതെ നമ്മൾ ഓരോ ടോപ്പിക് വൈസ് ആയിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ SCERT ചാപ്റ്ററാണ് നമ്മൾ മോക്ക് ടെസ്റ്റ് ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ SCERT ചാപ്റ്ററിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസും അങ്ങനെ ടോപ്പിക് വൈസ് ആയിട്ട് നമ്മളിതിന് ശേഷം തരുന്നതായിരിക്കും.
അടുത്ത ചോദ്യം, ആഗ്നേയശിലയുമായി ബന്ധമില്ലാത്ത സവിശേഷത തന്നിരിക്കുന്നവയിൽ നിന്ന് കണ്ടെത്തുക. ആഗ്നേയശിലയുമായി ബന്ധമില്ലാത്തതാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആദ്യം 4 ഓപ്ഷൻസ് നോക്കാം. ഈ ശിലയെ പ്രാഥമിക ശിലയെന്നും വിളിക്കുന്നു. ഈ ശിലയ്ക്ക് ഒരു ഉദാഹരണമാണ് ബസാൾട്ട്. കേരളത്തിൽ ഏറ്റവും അധികം കാണുന്നത് ഈ ശിലയാണ്. ഈ ശിലകൾ ഭൂമിക്കകത്തും പുറത്തും രൂപം കൊള്ളുന്നു. ഇപ്പോൾ ബന്ധമില്ലാത്തതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഓപ്ഷൻ സി. കേരളത്തിൽ ഏറ്റവും അധികം കാണുന്നത് ഈ ശിലയാണ് എന്ന് പറയുന്നത് ബന്ധമില്ല. കേരളത്തിൽ കൂടുതൽ കാണപ്പെടുന്നത് രൂപാന്തര ശില, അതായത് നമ്മുടെ ലാറ്ററൈറ്റ് ആണ് അല്ലേ, ലാറ്ററൈറ്റ് ആണ്. ബസാൾട്ട് തുടങ്ങിയ പ്രാഥമിക ശിലകളായ അഗ്നിപർവ്വത ശിലകൾ ഭൂമിക്കുള്ളിലും പുറത്തും ലാവ ഉറിഞ്ഞും രൂപപ്പെടുന്നതാണ്. ആഗ്നേയശില അഥവാ ഇഗ്നിയസ് റോക്ക്, ഭൂമിക്കുള്ളിലെ മാഗ്മയും ഭൂമിക്ക് പുറത്തു വരുന്ന ലാവയും തണുത്തുറഞ്ഞാണ് എന്തുണ്ടാവുന്നത്? ആഗ്നേയശിലകൾ ഉണ്ടാകുന്നത് അല്ലേ. ഭൂമിയിൽ ആദ്യം രൂപപ്പെട്ട ശിലകളായതിനാലാണ് ഇവയെ എന്ത് വിളിക്കുന്നത്? പ്രാഥമിക ശില എന്ന് വിളിക്കുന്നത് അല്ലേ. പ്രൈമറി റോക്സ് എന്നും ഏതിനെ വിളിക്കുന്നുണ്ട്? ആഗ്നേയശിലയെ വിളിക്കുന്നുണ്ട്. ആഗ്നേയശിലയ്ക്ക് പ്രധാനമായപ്പെട്ട ഒരു ഉദാഹരണമാണ് ഇത് ബസാൾട്ട്. പിന്നെ ഗ്രാനൈറ്റ് അല്ലേ, ഗ്രാനൈറ്റ് ബസാൾട്ടൊക്കെ ഏതാണ്? ഇതിനുദാഹരണമാണ്. ഇവ ഭൂമിക്കുള്ളിലും അതോടൊപ്പം തന്നെ പുറത്തും രൂപപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഇൻട്രൂസീവ് ആൻഡ് എക്സ്ട്രൂസീവ് എന്ന് നമ്മൾ പറയും അല്ലേ. ഭൂമിക്കുള്ളിലും പുറത്തും ഇത് രൂപപ്പെടുന്നുണ്ട്. ഓക്കെ. പിന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ലാറ്ററൈറ്റ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? മെറ്റാമോർഫിക് റോക്സ് എന്ന് പറയാം. ഓക്കെ. അപ്പോൾ അതാണ് ഇവിടെ തെറ്റായിട്ട് വന്നത്. ഓക്കെ ആണല്ലോ. ഇനി ബാക്കി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. എന്താണ് ക്ലിഫ്? ക്ലിഫ് എന്ന് പറയുന്നത് എന്താണ്? തിരമാലയുമായി ബന്ധപ്പെട്ട ഭൂരൂപമാണ്. ഇത് ഒരു ശിലയുടെ പേരാണ്. ഇതൊരു കൊടുമുടിയാണ്. ഇത് നദികൾ സൃഷ്ടിക്കുന്ന നിക്ഷേപ സമതലമാണ്. ഏതാ വരുന്നത്? ഓപ്ഷൻ എ ആണ് വരുന്നത്. തിരമാലയുമായി ബന്ധപ്പെട്ട ഭൂരൂപത്തെയാണ് എന്ത് പറയുന്നത്? ക്ലിഫ് എന്ന് പറയുന്നത്. അതായത് തിരമാലകളുടെ ഇറോഷൻ അല്ലെങ്കിൽ എന്ത് പറയും നമ്മൾ അപരദന പ്രവർത്തനം മൂലം കടൽ തീരങ്ങളിൽ രൂപപ്പെടുന്ന കുത്തനെയുള്ള പാറക്കെട്ടുകളുണ്ടല്ലോ, അതിനെയാണ് എന്ത് പറയുക? ക്ലിഫ്. ക്ലിഫ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അതെ, ക്ലിഫ്. അല്ലെങ്കിൽ ഭൂപ്രകൃതിയിലെ പാറയോ മണ്ണോ കുത്തനെ ഉയർന്നു നിൽക്കുന്ന ആ ഭാഗത്തെ നമ്മൾ എന്ത് പറയും? കുത്തനെയുള്ള പാറക്കെട്ട്. ഓക്കെ, അതെന്ത് പറയും? ക്ലിഫ് എന്ന് പറയും. അപ്പോൾ കടൽ തീരം, പിന്നെ മലനിരകൾ, നദീതീരം എന്നിവയോട് ചേർന്നൊക്കെയാണിത് കാണപ്പെടുന്നത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ കൂട്ടത്തിൽ ചേരാത്ത ഭൂരൂപം ഏതെന്ന് തിരിച്ചറിയുക. കൂട്ടത്തിൽ ചേരാത്തത് നോക്കി: അപവഹനഗർത്തം, കൂൺശിലകൾ, ടെറായ്, മണൽമേടുകൾ. ഏതാണ് ചേരാത്തത്? ഏതാണ്? ഓപ്ഷൻ സി, ടെറായി ആണ് കേട്ടോ. ടെറായ്. അപവഹനഗർത്തം, കൂൺശിലകൾ, മണൽമേടുകൾ എന്നിവയൊക്കെ കാറ്റിൻ്റെ പ്രവർത്തനം കൊണ്ടുണ്ടാകുന്നതാണ്. എന്നാൽ ടെറായ് എന്നത് ഒരു നദികൾ അല്ലേ, നദികളുടെ നിക്ഷേപണം മൂലമുണ്ടാകുന്ന ആ പ്രദേശത്തെയാണ്, ആ ചതുപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടെറായ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതവിടെ കൂട്ടത്തിൽ ചേരാതിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ബാക്കി 3 എന്താണ്? കാറ്റിൻ്റെ പ്രവർത്തനം മൂലം, വിൻഡ് ആക്ഷൻ എന്നുള്ളത് ഓർത്തിരിക്കുക. ടെറായ് എന്ന് പറയുന്നത് കാറ്റിൻ്റെ പ്രവർത്തനം കൊണ്ടല്ല, മറിച്ച് ഹിമാലയൻ നദികളുടെ നിക്ഷേപണ പ്രവാഹം അല്ലെങ്കിൽ ആ പ്രവർത്തനം മൂലമാണ് ഉണ്ടാകുന്ന ഒരു ഭൂരൂപമാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ പ്രധാന ജലവൈദ്യുത പദ്ധതികളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലയും തന്നിരിക്കുന്നു. ശരിയല്ലാത്തത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇത് ഡിലീറ്റ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഡിലീറ്റഡ് ആണ്. അടുത്തത്, സമീപകാലത്ത് ഇന്ത്യൻ കരസേന വിജയദുർഗ് എന്ന പേര് മാറ്റിയ ഫോർട്ട് വില്യം എവിടെയാണ്? സമീപകാലത്ത് ഇന്ത്യൻ കരസേന വിജയ്ദുർഗ് എന്ന് പേര് മാറ്റിയ ഫോർട്ട് വില്യം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊൽക്കത്തയിലാണ് കേട്ടോ. പശ്ചിമ ബംഗാളിലെ കൊൽക്കത്തയിലാണ് ഫോർട്ട് വില്യം. അതിൻ്റെ പുതിയ പേരെന്താണ്? വിജയ്ദുർഗ്. ഓക്കെ, വിജയ്ദുർഗ്, കൊൽക്കത്ത, പശ്ചിമ ബംഗാൾ. ചുവടെ തന്നിട്ടുള്ളവയിൽ നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? ഓക്കെ, നോക്കാം നമുക്ക്. വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കൂട്ടുക, ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക, പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക. അപ്പോൾ ഏതൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുന്നത് എന്നതാണ് ചോദ്യം. ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. 2, 3. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുകയും പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നു. അത് രണ്ടുമാണ് വരുന്നത്. ഓക്കെ, ഇനി
എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നതെന്ന് പറയാം. അതായത് സഹകരണ ഫെഡറലിസം, സംസ്ഥാനങ്ങളുമായി നിരന്തരമായ ഇടപെടലുകളിലൂടെ ശക്തമായ ഒരു ഫെഡറൽ സംവിധാനം വളർത്തിയെടുക്കുക. അതാണ് സഹകരണ ഫെഡറലിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെയുള്ള ദേശീയ വികസന കാഴ്ചപ്പാട്, ദേശീയ ലക്ഷ്യങ്ങളൊക്കെ മുൻനിർത്തി രാജ്യത്തിൻ്റെ വികസനത്തിനായിട്ടുള്ള നയങ്ങൾ രൂപീകരിക്കുക. അതൊക്കെ ഏതിൽ വരുന്നതാണ്? നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങളിൽ വരുന്നതാണ്. പിന്നെ ഗ്രാമതല ആസൂത്രണം, ദേശീയ വികസനമുണ്ട്, അതോടൊപ്പം തന്നെ ഗ്രാമതല ആസൂത്രണം, പദ്ധതികളുടെ നിരീക്ഷണം, നൂതന ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, ഇതൊക്കെ പ്രധാന ലക്ഷ്യങ്ങളിൽ വരുന്നതാണ്. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളിൽ ഉൾപ്പെടുന്നത് ഓക്കെ, സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം, വൻകിട വ്യവസായങ്ങൾക്ക് പരിഗണന, സ്വയം പര്യാപ്തവും സ്വാശ്രയവുമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ. അപ്പോൾ ഗാന്ധിജി സമത്വത്തിലും പ്രാദേശിക സ്വയം പര്യാപ്തതയിലുമാണ് വിശ്വസിച്ചിരുന്നത് അല്ലേ? ഗ്രാമസ്വരാജ്. അപ്പോൾ ഏതൊക്കെയാണ് വരിക? 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണവും പിന്നെയോ സ്വയം പര്യാപ്തവും സ്വാശ്രയവുമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥയുമാണ്. ഓക്കെ, ഈ വൻകിട വ്യവസായങ്ങൾക്ക് പരിഗണന ഉണ്ടായോ? ഉണ്ടായില്ല, അത് തെറ്റാണ് കേട്ടോ. ഓക്കെ, കുടിൽ വ്യവസായങ്ങളാണ് കൂടുതലായിട്ടും അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിരുന്നത്. സ്വയം പര്യാപ്തത, പിന്നെ അല്ലേ ട്രസ്റ്റിഷിപ്പ്, അതൊക്കെ ഓർത്തിരിക്കുക. ഗ്രാമസ്വരാജ്, സ്വദേശി യന്ത്രവൽക്കരണത്തിനുള്ള എതിർപ്പുണ്ടായിരുന്നു, അതൊക്കെ ഓർക്കുക. അടുത്ത ചോദ്യം, ചുവടെ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി ഏതാണ്? തെറ്റായതാണ്. അപ്പോൾ നോക്കി, ചാണക്യൻ അർത്ഥശാസ്ത്രം, അമർത്യ സെൻ ക്ഷേമ സാമ്പത്തിക ശാസ്ത്രം, മഹാത്മാഗാന്ധി ട്രസ്റ്റിഷിപ്പ്, ദാദാഭായ് നവറോജി മിച്ചമൂല്യ സിദ്ധാന്തം. ഏതാണ് തെറ്റായത്? ഓപ്ഷൻ ഡി ആണല്ലേ തെറ്റായത്. കാരണം ദാദാഭായ് നവറോജിയുടേതല്ല. മിച്ചമൂല്യ സിദ്ധാന്തം അഥവാ തിയറി ഓഫ് സർപ്ലസ് വാല്യൂ ആരുടേതാണ്? കാൾ മാർക്സിൻ്റേതാണ്. ദാദാഭായ് നവറോജിയുടേതാണ് ചോർച്ചാ സിദ്ധാന്തം, ഡ്രെയിൻ തിയറിയാണ്. ഓക്കെ, ബാക്കിയൊക്കെ കറക്റ്റാണ് കേട്ടോ. താഴെ തന്നിട്ടുള്ളവരിൽ 2024 പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ച വ്യക്തി ഏത്? ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ 2024 ചോദിച്ചിട്ടുള്ളത് അല്ലേ? 2024 പത്മവിഭൂഷൺ ലഭിച്ചത് ആർക്കാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിലാർക്കാണ്? ഇതിൽ പത്മ സുബ്രഹ്മണ്യത്തിനായിരുന്നു കേട്ടോ. പത്മ സുബ്രഹ്മണ്യത്തിനായിരുന്നു. 5 പേർക്കാണ് 2024 പത്മവിഭൂഷൺ ലഭിച്ചത്. ആർക്കൊക്കെയാണ്? എം വെങ്കയ്യ നായിഡു, വൈ ജയന്തിമാല ബാലി, ചിരഞ്ജീവി, പിന്നെ ബിന്ദേശ്വർ പഥക്കിന്, പിന്നെ ഉണ്ടത് പത്മ സുബ്രഹ്മണ്യത്തിന്. ഇനി 2026 ആരൊക്കെയായിരുന്നു എന്നുള്ളതൊന്ന് ഓർത്തു വയ്ക്കുക, എപ്പോഴും ചോദിക്കുന്നതാണല്ലേ. ആർക്കൊക്കെയാണ് 2026? 2026 വി എസ് അച്യുതാനന്ദൻ അല്ലേ, വി എസ് ഉണ്ട്. പിന്നെ KT തോമസ് ഉണ്ട്. ദെൻ ധർമ്മേന്ദ്ര സിംഗ്, മലയാളികളാണ്. KT തോമസ് പൊതുപ്രവർത്തനമായി റിലേറ്റ് ചെയ്ത് മരണാനന്തരം പൊതുപ്രവർത്തനത്തിന് ആർക്ക് ലഭിച്ചു? വി എസ് അച്യുതാനന്ദന് ലഭിച്ചു. പിന്നെ സാഹിത്യവും വിദ്യാഭ്യാസവുമായിട്ട് P നാരായണന് ലഭിച്ചു. ഇവർ 3 പേരും കേരളത്തിൻ്റെ പ്രതിനിധികൾ. ഇനിയുള്ള ഉത്തർപ്രദേശിലെ N രാജും അതോടൊപ്പം തന്നെ മഹാരാഷ്ട്ര കലയായിട്ട് റിലേറ്റ് ചെയ്ത് മരണാനന്തരം മഹാരാഷ്ട്രയിലുള്ള ധർമ്മേന്ദ്ര സിംഗിനുമാണ് ലഭിച്ചത്. അങ്ങനെ എത്ര പേർക്കാണ്? 6 പേർക്ക് കേട്ടോ. 5 പേർക്കാണ് 2026 പത്മവിഭൂഷൺ ലഭിച്ചത്. അടുത്ത ചോദ്യം, ചുവടെ തന്നിട്ടുള്ളവയിൽ ഉൽപാദക ഘടകമായ മൂലധനത്തിൻ്റെ സവിശേഷതകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതല്ല? ഓക്കെ, എന്തിൻ്റെയാണ്? മൂലധനം അഥവാ ക്യാപിറ്റലിൻ്റെ സവിശേഷതകളിൽ ഉൾപ്പെടുന്നതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, മൂലധനം മറ്റെല്ലാ ഉൽപാദക ഘടകങ്ങളെയും സഹായിക്കുന്നു. മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു. മൂലധനത്തിനുള്ള പ്രതിഫലം ലാഭമാണ്. ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ്? 1ഉം 2ഉം അല്ലേ? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. കാരണം ഓപ്ഷൻ സി സ്റ്റേറ്റ്മെൻറ്റ് 3 തെറ്റാണ്. എന്തുകൊണ്ടാണ്? പ്രതിഫലം ലാഭമാണോ? അല്ല, ക്യാപിറ്റലിൻ്റെ പ്രതിഫലം എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആണ്, ലാഭമല്ല. ഓക്കെ ആണല്ലോ. ചുവടെ തന്നിട്ടുള്ളവരിൽ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ളവർ ആരെല്ലാം? നിർമ്മല സീതാരാമൻ, മൊറാർജി ദേശായി, ചരൺ സിംഗ്. ധനകാര്യ വകുപ്പ് മന്ത്രി, ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ആയിട്ടുള്ളത് ആരൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആരൊക്കെയാണ്? 1ഉം 2ഉം 3ഉം ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. നിർമ്മല സീതാരാമനും മൊറാർജി ദേശായിയും ചരൺ സിംഗും. ഇവർ 3 പേരും വിവിധ കാലഘട്ടങ്ങളിൽ ഇന്ത്യയുടെ ധനകാര്യ മന്ത്രിയായിട്ട് പ്രവർത്തിച്ചവരാണ്. ചുവടെ തന്നിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം?
കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം ബോംബെയാണ്. ഇന്ത്യയിൽ ഭക്ഷ്യവിളകളുടെ ഉൽപ്പാദനത്തിൽ ചോളത്തിന് 3-ാം സ്ഥാനമാണുള്ളത്. ചണനാരിനെ യൂണിവേഴ്സൽ ഫൈബർ എന്നും അറിയപ്പെടുന്നു. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? 1ഉം 2ഉം ശരിയാണല്ലേ. കോട്ടണോപോളിസ് എന്ന് പറയുന്നത് ബോംബെയാണ് വിളിക്കുന്നത്. ഇനി ഭക്ഷ്യവിളകളിൽ നെല്ല്, ഗോതമ്പ് എന്നിവയ്ക്ക് ശേഷം 3-ാം സ്ഥാനത്തുള്ളത് ചോളമാണ്. ചണനാരിനെ എന്താ വിളിക്കുക? ഗോൾഡൻ ഫൈബർ എന്നാണ് വിളിക്കുന്നത്. യൂണിവേഴ്സൽ ഫൈബർ ഏതാണ്? യൂണിവേഴ്സൽ ഫൈബർ എന്ന് പറയുന്ന പരുത്തി അഥവാ കോട്ടൺ അല്ലേ? അതെ. അപ്പോൾ അതവിടെ തെറ്റാണ്. അപ്പോൾ ആൻസർ വരുന്ന 1ഉം 2ഉം ഓപ്ഷൻ എ ആണ് വരുന്നത്. അടുത്ത ചോദ്യം, കേന്ദ്ര മന്ത്രിസഭയിലെ മൊത്തം മന്ത്രിമാരുടെ എണ്ണം ലോകസഭയിലെ മൊത്തം അംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്ത ഭരണഘടനാ ഭേദഗതി ഏതാണ്? 91-ാം ഭരണഘടനാ ഭേദഗതി 2003 കേട്ടോ. 2003 ഓർത്തിരിക്കുന്നത്. 2003 നിലവിൽ വന്നത് 2004 ജൂലൈയിലാണ്. അപ്പോൾ അതിലെ 91-ാം ഭരണഘടനാ ഭേദഗതിയിലാണ് എന്ത് പറയുന്നത്? 15% കവിയരുത് എന്ന് പറയുന്നത്. ലോകസഭയിലെ അംഗങ്ങളുടെ മൊത്തം അംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല മൊത്തം മന്ത്രിമാരുടെ എണ്ണം എന്ന് പറയുന്നത് 91-ാം ഭരണഘടനാ ഭേദഗതി 2003 പ്രകാരമാണ്. അടുത്ത ചോദ്യം, രാജ്യസഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. രാജ്യസഭയുടെ കേട്ടോ. 2/3 അംഗങ്ങൾ ഓരോ 2 വർഷം കൂടുമ്പോൾ പിരിഞ്ഞു പോകുന്നു. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. ധനബിൽ ആരംഭിക്കാനുള്ള അധികാരം രാജ്യസഭയ്ക്കില്ല. ശരിയായതാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? 2ഉം 3ഉം 4ഉം ശരിയാണ് അല്ലേ. 1 തെറ്റാ. കാരണം എന്താണ്? 2/3 അംഗങ്ങളല്ല, 1/3 അംഗങ്ങളാണ് ഓരോ 2 വർഷം കൂടുമ്പോൾ എന്ത് ചെയ്യുന്നത്? പിരിഞ്ഞു പോകുന്നത്. ഓക്കെ. അടുത്ത ചോദ്യം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? പി.കെ. തുങ്കൻ കമ്മിറ്റി 1988 കേട്ടോ. പി.കെ. തുങ്കൻ കമ്മിറ്റിയാണ് 1988. ഓർത്തിരിക്കുക. എന്താണത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ പദവി നൽകുക. ഓക്കെ. ഇതിനു ശേഷമാണ് ഈ ശുപാർശകളാണ് പിന്നീട് 1992 73-ാം 74-ാം ഭരണഘടനാ ഭേദഗതികൾക്കൊക്കെ അടിസ്ഥാനമായത്. 23-ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ഭരണഘടനയുടെ 4-ാം അധ്യായത്തിൽ പെടാത്തത് ഏതാണ്? 4-ാം അധ്യായത്തിൽ പെടാത്തത്. 4-ാം അധ്യായം എന്ന് പറയുന്നത് ഏതാണ്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അല്ലെ, മാർഗനിർദ്ദേശ തത്വങ്ങളാണ്. അതിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. തുല്യ ജോലിക്ക് തുല്യവേതനം, ഏകീകൃത സിവിൽ കോഡ്, സംഘടനാ സ്വാതന്ത്ര്യം, പൊതുതൊഴിലിൽ തുല്യ അവസരം. അപ്പോൾ പെടാത്തത് ഏതൊക്കെയാണ് വരുന്നത്? 3ഉം 4ഉമാണ് പെടാത്തത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് വരുന്നത് അല്ലേ. സംഘടനാ സ്വാതന്ത്ര്യവും പൊതുതൊഴിലിൽ തുല്യ അവസരവും അത് ഏതിൽ വരുന്ന? അടിസ്ഥാന അവകാശങ്ങൾ അല്ലെങ്കിൽ മൗലിക അവകാശങ്ങൾ പാർട്ട് 3 വരുന്നതാണ് കേട്ടോ. ഓർത്തിരിക്കുക. പാർട്ട് 4 എന്ന് പറയുന്നത് ഭാഗം 4 ഏതാണ്? അതാണ് DPSP അഥവാ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. അത് ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയുള്ള ആർട്ടിക്കിളിലാണിത് പറയുന്നത്. അയർലൻഡിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് ഈ ആശയം ഇന്ത്യ ഭരണഘടനയിൽ സ്വീകരിച്ചത്. ഓക്കെ. 24 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നതും ക്രമക്കേടുകളും പരാതികളും അറിയിക്കുന്നതിന് പൗരന്മാർക്ക് വേണ്ടി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതായിരുന്നു? ഏതാണ്? സി വിജിൽ. ഓപ്ഷൻ ഡി ആണ് കേട്ടോ. സി വിജിൽ ആയിരുന്നു. 25-ാമത്തെ ചോദ്യം, ചേരുംപടി ചേർത്തവ പരിശോധിക്കുക. യൂണിയൻ ലിസ്റ്റിൽ പ്രതിരോധം, ആണവോർജം. സംസ്ഥാന ലിസ്റ്റ് കൃഷി, മത്സ്യബന്ധനം. കൺകറന്റ് ലിസ്റ്റ് മദ്യനിയന്ത്രണം, ബാങ്കിങ്. തന്നിരിക്കുന്ന സൂചകങ്ങൾ ഉപയോഗിച്ച് ശരിയായ ഉത്തരം കണ്ടെത്തുക. അപ്പോൾ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? യൂണിയൻ ലിസ്റ്റും സംസ്ഥാന ലിസ്റ്റും ശരിയാണ്. ഇനി മദ്യനിരോധനവും ബാങ്കിങ് ഏതിൽ വരുന്നതാണ്? കൺകറന്റ് ലിസ്റ്റാണോ? ബാങ്കിങ് ഏതിൽ വരുന്നതാണ്? യൂണിയൻ ലിസ്റ്റിലാണ് കേട്ടോ വരുന്നത്. യൂണിയൻ ലിസ്റ്റ്. അപ്പോൾ അത് തെറ്റാണ്. ഓക്കെ. 1ഉം 2ഉമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ നമ്മൾ 25 ചോദ്യമാണ് ഇപ്പോൾ നോക്കിയിട്ടുള്ളത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സായിട്ട് പഠിക്കാം. അപ്പോൾ
ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ 40 ദിവസവും നമ്മൾ ഒരുമിച്ച് മുന്നേറും. താങ്ക്